കേരളത്തിലെ ഒന്നാം നിര ന്യൂസ് ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. എപ്പോഴും റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. ചിലപ്പോൾ ഏതെങ്കിലും ചാനൽ മറികടന്നിട്ടുണ്ടാകാം, പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം. അത് മാറുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ഒന്നാം സ്ഥാനത്ത് വന്നു നിൽക്കും. കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന് റിപ്പോർട്ടർ ചാനൽ. രണ്ടാം സ്ഥാനത്താണ് റിപ്പോർട്ടർ ചാനൽ ഉള്ളത്. ചില ഘട്ടങ്ങളിലൊക്കെ റിപ്പോർട്ടർ ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഏഷ്യാനെറ്റ് ന്യൂസിന് തൊട്ടു താഴെ ഏഷ്യാനെറ്റ് ന്യൂസിന് കടുത്ത വെല്ലുവിളി ഉയർത്തി നിലകൊള്ളും റിപ്പോർട്ടർ TV. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിലകൊള്ളുന്നത്. എന്നാൽ ഇപ്പോൾ ബെഞ്ച് മാർക്ക് ന്യൂസ് എന്ന വെബ്സൈറ്റിൽ വന്ന ഒരു വാർത്തയുണ്ട്. ബിസിനസ് ലോകത്തെ പ്രധാനപ്പെട്ട ഒരു വെബ്സൈറ്റാണ് ബിസിനസ് ബെഞ്ച് മാർക്ക് ന്യൂസ് എന്നത്. അവർ കൊടുത്ത ഒരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഏഷ്യാനെറ്റ് ന്യൂസ് മേ എൻഡ് ഫിനാൻഷ്യൽ ഇയർ 2026 വിത്ത് എ ലോസ് ആസ് ആഡ് റവന്യൂ ഫാൾസ് എന്നാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് നഷ്ടത്തിലേക്ക് പോകാൻ സാധ്യത എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത വന്നിരിക്കുന്നു. ആ വാർത്തയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്: 2026 സാമ്പത്തിക വർഷത്തിൽ 2.64 കോടി രൂപയുടെ അറ്റ നഷ്ടവും 3.82 കോടി രൂപയുടെ പ്രവർത്തന നഷ്ടവുമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നേരിടാൻ പോകുന്നത് എന്നാണ് വാർത്തയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ 2025 ഡിസംബർ വരെയുള്ള 9 മാസങ്ങളിൽ വരുമാനവും പ്രകടനവും മോശമായതാണ് ഈ തിരിച്ചടിക്ക് കാരണമെന്നും വാർത്തയിൽ പറയുന്നുണ്ട്. 2024 സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മൊത്തം വരുമാനം 153.72 കോടിയിൽ നിന്ന് 177.21 കോടിയായി കുറഞ്ഞു. അതേസമയം അറ്റ ലാഭത്തിൽ വളർച്ച രേഖപ്പെടുത്തി. അറ്റ ലാഭം 10.13 കോടിയിൽ നിന്ന് 18.60 കോടിയായി ഉയർന്നത് നേരിയ തോതിൽ ആശ്വാസകരമാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ച്. എന്നാൽ നടപ്പ് വർഷത്തിൽ കഴിഞ്ഞ 9 മാസവും സാമ്പത്തികമായി വലിയ നഷ്ടമാണ് കമ്പനി നേരിട്ടത്. ഇതാണ് സ്ഥിതി കൂടുതൽ വഷളാകാൻ കാരണം എന്നാണ് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. വളരെ വിശദമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരുമാനം കുറയുകയും പ്രവർത്തന ലാഭത്തിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തതോടെ പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ അക്യൂട്ട് റേറ്റിംഗ്സ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സാമ്പത്തിക ഭദ്രത റേറ്റിംഗിൽ ഇടിവ് വരുത്തി. സ്ഥിരത എന്ന് വെച്ചാൽ സ്റ്റേബിൾ എന്ന റേറ്റിംഗ് ഔട്ട്ലുക്ക് നെഗറ്റീവ് എന്ന നിലയിലേക്കാണ് താഴ്ത്തിയത്. മാത്രമല്ല, മലയാള വാർത്താ രംഗത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന മത്സരത്തിൽ തങ്ങളുടെ നില മെച്ചപ്പെടുത്താൻ ഏഷ്യാനെറ്റ് ന്യൂസിന് സാധിക്കില്ലെന്ന മുന്നറിയിപ്പും ഏജൻസി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു തിരിച്ചടി ഏഷ്യാനെറ്റിന് മുന്നിൽ നിൽക്കുന്നു. സാമ്പത്തികമായി ഒരു പ്രതിസന്ധി നേരിടാൻ പോകുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്? പ്രധാനപ്പെട്ട കാരണം റിപ്പോർട്ടർ TVയുടെ വളർച്ച തന്നെയാണ്. റിപ്പോർട്ടർ TV തുടങ്ങി മുന്നോട്ട് കുതിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തൊട്ടു താഴെ വന്നു നിൽക്കുന്നുണ്ട്. പരസ്യ വരുമാനം ഒരു പരിധിവരെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ലഭിച്ചുകൊണ്ടിരുന്ന പരസ്യ വരുമാനം ഒരു പരിധിവരെ റിപ്പോർട്ടർ TVക്ക് ലഭിച്ചു. അത് വലിയ തിരിച്ചടി ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടാക്കി. അതാണ് കഴിഞ്ഞ 9 മാസത്തെ വളർച്ചയിൽ ഇടിവുണ്ടാകാൻ കാരണം, പരസ്യ വരുമാന വളർച്ചയിൽ ഇടിവുണ്ടാവാൻ കാരണം. അതുമാത്രമല്ല, ന്യൂസ് ചാനലുകൾ ഒരുപാട് വരുന്നുണ്ട്. കടുത്ത മത്സരമാണ് ഈ രംഗത്തുള്ളത്. ചെറിയ ഒരു പ്രദേശമാണ് കേരളം. ആ പ്രദേശത്തേക്ക് വരുന്ന പരസ്യത്തിന്റെ അളവ് നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിന് അതിന്റെ സിംഹഭാഗവും ഏഷ്യാനെറ്റ് ന്യൂസിനാണ് ലഭിക്കാറുള്ളത്. അത് ഇപ്പോൾ മറ്റ് ചാനലുകളിലേക്കും ഡൈവേർട്ട് ചെയ്യപ്പെടുന്നു എന്നതാണ്. അതനുസരിച്ച് പരസ്യത്തിൽ വർധനവുണ്ടാകുന്നുമില്ല. ഉള്ളത് തന്നെ മറ്റ് ചാനലുകളിലേക്ക് വിഭജിച്ചു പോകുന്നു. അതിൽ ഏറ്റവും നിർണായകമായത് റിപ്പോർട്ടർ TVയുടെ വരവ് തന്നെയാണ്. ഇന്ന് റിപ്പോർട്ടർ TVയെ എല്ലാവരും കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല രൂപത്തിൽ ആ ആക്രമണം തുടരുന്നു. അതിന്റെ MDക്കെതിരെയാണ് ആക്രമണം. അതിൽ എല്ലാ ന്യൂസ് ചാനലുകളുമുണ്ട്. പ്രധാനമായും മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങളുമുണ്ട്. മലയാള മനോരമയ്ക്ക് മലയാള മനോരമയുടെ താല്പര്യമുണ്ട്, രാഷ്ട്രീയ താല്പര്യവും കൂടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ TVയുടെ വളർച്ചയെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് കേരളത്തിലെ മറ്റ് ദൃശ്യമാധ്യമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ടർ TVക്ക് എന്തെങ്കിലും ചെറിയ വീഴ്ച എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് കണ്ണിൽ മഷിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റ് ചാനലുകൾ. അത് വാർത്തയാക്കാൻ, അങ്ങനെ റിപ്പോർട്ടർ TVയുടെ ക്രെഡിബിലിറ്റി തകർക്കാൻ, അങ്ങനെ റിപ്പോർട്ടർ TVയുടെ മുന്നേറ്റം ഇല്ലാതാക്കാൻ. ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ്. തൊട്ട് താഴെ ഏഷ്യാനെറ്റ് ന്യൂസിനെ കടുത്ത വെല്ലുവിളി ഉയർത്തി റിപ്പോർട്ടർ TV ഉണ്ട്, താഴെ 24 ന്യൂസ് ഉണ്ട്, താഴെ മനോരമയുണ്ട്, മാതൃഭൂമിയുമുണ്ട്,
തൊട്ട് താഴെ കടുത്ത മത്സരം സമ്മാനിച്ചുകൊണ്ട് ന്യൂസ് മലയാളവുമുണ്ട്. സ്വാഭാവികമായും പരസ്യ വരുമാനത്തിൽ വലിയ ഒരു വിഭജനം നടക്കും മറ്റ് ചാനലുകളിലേക്ക്. അത് ഏഷ്യാനെറ്റിന് വലിയ ഭീഷണിയായി മാറി. ഏഷ്യാനെറ്റിന് മാത്രമല്ല മറ്റ് ചാനലുകൾക്കും 24-നും മനോരമയ്ക്കും മാതൃഭൂമിക്കുമെല്ലാം നല്ല ഭീഷണി തന്നെ ഉയർത്തി. അവരെയൊക്കെ മറികടന്ന് കുറഞ്ഞ കാലം കൊണ്ട് 2ാം സ്ഥാനത്തേക്ക് എത്തി റിപ്പോർട്ടർ TV. സ്വാഭാവികമായും റിപ്പോർട്ടർ TVയെ വലിച്ച് താഴെയിടുക എന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെയും മറ്റ് ചാനലുകളുടെയും ആവശ്യമാണ്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ മെസ്സി വിവാദം ഉയർത്തി വലിയ ചർച്ചയാക്കി മാറ്റി റിപ്പോർട്ടർ TVയുടെ ക്രെഡിബിലിറ്റി തകർക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കടുത്ത മത്സരമാണ്. ആ മത്സരത്തിന് കണ്ണും കാതുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്തരമൊരു മത്സരമാണ് ഇപ്പോൾ ടെലിവിഷൻ ന്യൂസ് ചാനൽ രംഗത്ത് നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാരണവും കൂടിയുണ്ട്. ഇപ്പോൾ ടെലിവിഷൻ ചാനലിൽ വാർത്തകൾ കാണുക, ന്യൂസ് കാണുക, വാർത്താ പരിപാടികൾ കാണുക എന്നത് കുറഞ്ഞു വരികയും പ്രേക്ഷകർ ഡിജിറ്റൽ മീഡിയയെ ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വലിയ തിരിച്ചടി തന്നെയാണ് ടെലിവിഷൻ ചാനലിന്. ടെലിവിഷൻ ചാനലുകളുടെ ന്യൂസ് ചാനലുകളുടെ വരുമാനം കുറയാൻ, പരസ്യ വരുമാനം കുറയാൻ അതും വലിയൊരു കാരണമായി മാറിയിട്ടുണ്ട്. പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസ് ഈ ഘട്ടങ്ങളിലെല്ലാം ഇതിനെയൊക്കെ അതിജീവിച്ച് നിൽക്കാറുണ്ട്. ഇപ്പോഴിതാ 2026 സാമ്പത്തിക വർഷത്തിൽ നഷ്ടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു. വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരം, ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ടർ TVക്കെതിരെ നടത്തുന്ന ആക്രമണം, ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ വാർത്തയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്. എന്താണ് റിപ്പോർട്ടർ TVയോട് ഇത്ര അസൂയ, കുശുമ്പ്, കണ്ണുകടി, അത് പ്രതികാരമായി മാറിയത് എന്നതിൻ്റെ ഒരു കാരണം ഇതാ ബിസിനസ് ബെഞ്ച് മാർക്ക് ന്യൂസ് പുറത്തുവിട്ടു എന്ന് വേണമെങ്കിൽ പറയാം.